Hello everyone. Examiner Learning App ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ +2 ഉയരെ ബാച്ചിനെ ബേസ്ഡ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ്. ഓക്കെ, ഓൾറെഡി കുറേ ലൈവിൽ ഞാനും നമ്മുടെ അർച്ചന മിസ്സും അലൻ സാറും വപ്പൻ സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒന്ന് സോളിഡ് ആയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കുറേ കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അതുണ്ടാവോ, ഇതുണ്ടാവും, മറ്റേതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഉയരെ ബാച്ചിനെ പറ്റി എല്ലാം അറിയുന്നവരും ഉയരെ ബാച്ചിൽ ഓൾറെഡി എൻറോൾ ചെയ്ത സ്റ്റുഡൻസും ഇത് കാണേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഉയരെ ബാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാം, പക്ഷേ പുതിയ അപ്ഡേറ്റ്സ് അറിയാത്തവരെന്താണ് ആദ്യ ഭാഗം മാത്രം കണ്ടാൽ മതി, ഫുൾ കാണേണ്ട ആവശ്യമില്ല. കാരണം ഫുൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ ബാക്കിയുള്ള പുതിയ സ്റ്റുഡൻസിനും പുതിയ യൂട്യൂബ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസിനും അതിനെപ്പറ്റി അറിയാത്ത സ്റ്റുഡൻസിനും വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉയരെ ബാച്ചിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. എക്സാമിനറിൻ്റെ +2 ബാച്ചാണ് അല്ലേ, +2 കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാം ടാർഗറ്റ് ചെയ്യുന്ന ബാച്ചാണ്. ആ എക്സാമിൽ മാക്സിമം മാർക്ക് വലിച്ചു ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ നടക്കും? ഉയരെ ബാച്ചിലാണ് +2 നടക്കാൻ പോകുന്നത്. ഇപ്പോൾ +2 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 27 സെപ്റ്റംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 27 സെപ്റ്റംബറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്ക് ടു ബാക്ക് സെഷൻസും ബാക്ക് ടു ബാക്ക് ക്ലാസ്സസും ഒക്കെ ആയിരിക്കും. കാരണം നമുക്ക് എന്താണ് കുറച്ച് ടൈമേ ഉള്ളൂ അല്ലേ, 6-7 മന്ത്സേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫോക്കസ് ഏരിയ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ പഠിക്കുമ്പോൾ എന്താണ് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം ഫോക്കസ് ഏരിയ ഉണ്ടെങ്കിൽ തന്നെ അവസാനം അറിയാൻ പറ്റുള്ളൂ. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം, എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പഠിക്കണമെങ്കിൽ എന്താണ് കുറേ ഉണ്ട് താനും. +1 കുറച്ചും കൂടി ഉണ്ടാവും +2. ഓക്കെ, അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് +2 ചെയ്യാനുണ്ട്. അതെല്ലാം ആര് ചെയ്തോളും? എക്സാമിനർ ഫാക്കൽറ്റി, എക്സാമിനർ ടീമിൽ ഉയരെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കൂടെ ആവശ്യമില്ല. നിങ്ങൾ വന്നിരിക്കുക. ഓക്കെ, ആപ്പിൽ വീഡിയോ കാണാൻ പറഞ്ഞാൽ കാണാം, ലൈവ് ക്ലാസ്സിന് വന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, ടെസ്റ്റ് പേപ്പർ എടുക്കാൻ പറഞ്ഞാൽ എടുക്കുക, റിവിഷൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഷെഡ്യൂളും, എല്ലാ കാര്യങ്ങളും, എല്ലാ ടൈം ടേബിളും, എല്ലാ ലൈവ് ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആര് നോക്കിക്കോളും? ഞങ്ങൾ നോക്കിക്കോളും. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് +2 പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ, എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ബാച്ചാണ് എന്ത്? ഉയരെ ബാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഉയരെ ബാച്ചിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് സോളിഡ് ആയിട്ടൊന്ന് ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉയരെ ബാച്ചിൽ 2 കോഴ്സസ് ഉണ്ടായിരുന്നു. ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, അൾട്ടിമേറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ അൾട്ടിമേറ്റ് കോഴ്സിൽ സീറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡായി. അൾട്ടിമേറ്റ് കോഴ്സിലേക്ക് ഇനി അഡ്മിഷൻ ഉണ്ടാവില്ല. അൾട്ടിമേറ്റ് കോഴ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ ബേസിക് കോഴ്സിൻ്റെ മുകളിൽ എക്സാമിനറിൻ്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റും അതേപോലെ പേഴ്സണൽ ഡൗട്ട് സോൾവിങ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററും അവരുടെ അടുത്ത് വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റിയാണ് എക്സ്ട്രാ ആയിട്ട് അൾട്ടിമേറ്റിൽ ഉണ്ടായിരുന്നത്. അത് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി അഡ്മിഷൻ എടുക്കില്ല. ഓക്കെ, തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് 12 സീറ്റും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അത് അന്ന് തന്നെ തീർന്നു. ഓക്കെ, പറഞ്ഞതോടെ എനിക്ക് ഒന്ന് 1 or 2 hours എൻ്റെ ടീം പറഞ്ഞ് അത് തീർന്നു. ഇനി അഡ്മിഷൻ ഉണ്ടാവുന്നത് എന്താണ്? ബേസിക് ബാച്ചിലേക്ക്, ബേസിക് കോഴ്സിലാണ്. ഉയരെ ബാച്ച് സെയിം ആണ്, വേറെ ഒന്നുമില്ല. അതിന് ബേസിക് കോഴ്സാണ്. ബേസിക് കോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. എന്തൊക്കെ എക്സ്ട്രാ ഉണ്ടാവില്ല? പറഞ്ഞ കാര്യം, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ടെസ്റ്റ് പേപ്പർ, അവസാനത്തെ യോധ 2.0, ഈ കാര്യങ്ങൾ കൂടാതെ എന്ത് എക്സ്ട്രാ ഉണ്ടാവില്ല? പേഴ്സണൽ ഡൗട്ട് സോൾവിങ് ഉണ്ടാവില്ല. എക്സാമിനർ ബുക്ക് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തൂല, നിങ്ങൾ വേറെ പർച്ചേസ് ചെയ്യണം. അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി ബേസിക് ബാച്ചിൻ്റെ അഡ്മിഷൻ കുറേ പേര് ചോദിക്കേണ്ടത് എന്നാണ് സാർ അത് നിൽക്കുക? 1000 സ്റ്റുഡൻസ് ആവുന്നോ ബേസിക് ബാച്ചിൽ അന്നത്തോടെ നിൽക്കും. ഓക്കെ, അന്നത്തോടെ നിർത്തേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അതിൽ കൂടുതൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ല. പക്ഷെ പഠിപ്പിച്ചാൽ എഫക്റ്റീവ് ആവില്ല. ഓരോ സ്റ്റുഡൻറ്റിൽ നിന്നാണ് എഫക്റ്റീവായി വരണ്ടേ. കുറേ സ്റ്റുഡൻസ് 1000-2000 സ്റ്റുഡൻസിനോട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവില്ല, നിങ്ങളുടെ ലേണിംഗ് എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതോടെ അഡ്മിഷൻ നിർത്തും. ഈ വരുന്ന ഇയർ, ഓക്കെ, വരുന്ന +2 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഇയറിൽ നമ്മൾ ആ 1000 സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ നിൽക്കും. എത്ര സ്റ്റുഡൻസ് ഓൾറെഡി ആയി? 700 സംതിങ് ആയിട്ട്. 740 ആയിരുന്നു, 40 സംതിങ് ആയിരുന്നു ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പം. അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1000 എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് ചോദിക്കുന്നത്, സാർ എക്സാം കഴിഞ്ഞിട്ട് +1 എക്സാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ സീറ്റ് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ഉണ്ടാവില്ല. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. വേറെ അതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. 759209202123. ഓക്കെ, ഫീസ് എത്രയാണ്? ഏതെങ്കിലും ഒന്നാണ് 21, എല്ലാത്തിനും കൂടി ഞെക്കല്ലേ. 21 വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 22 വാട്സ്ആപ്പ് ചെയ്യുക, 23 വാട്സ്ആപ്പ് ചെയ്യാം. ജസ്റ്റ് ഉയരെ ബാച്ചിൽ നിന്ന് വാട്സ്ആപ്പ് ചെയ്യുന്നത്, വേറെ ഒന്നും വാട്സ്ആപ്പ് ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസ് അവരെ ഹെൽപ്പ് ചെയ്തോളും. നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിൻ്റെ ടീമിനോട് ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതുണ്ടാവോ ഇതുണ്ടാവോ മറ്റുണ്ടാവോ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, റെഡി? ഫീസ് എത്രയാണ്? ഫീസിൻ്റെ കാര്യം വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല.
ഫീസ് ഇതാണ് ഫീസ് 5999 6000 രൂപ ഒരു വർഷത്തേക്ക് +2 എക്സാം കഴിയുന്ന വരെ എന്ന് എക്സാം കഴിയുന്നു അന്ന് വരെ ക്ലാസ്സസ് ഉണ്ടാവും അതിന് നിങ്ങൾ ഫുൾ ആയിട്ട് അടയ്ക്കേണ്ട ഫീസാണ് അല്ലേ അല്ലാണ്ട് ഒരു മാസം അടയ്ക്കേണ്ട ഫീസോ അങ്ങനെ ഒരു പരിപാടിയല്ല 3 മാസം കൂടുമ്പോൾ 5999 അല്ല ഒരു ഫുൾ ഒറ്റ പ്രാവശ്യം അടച്ചാൽ കഴിഞ്ഞു അത്ര ഫീസ് നമ്മൾ വാങ്ങുന്നു ഓക്കെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇത്രയും നല്ല ക്ലാസ് ഒരു സബ്ജക്റ്റ് എങ്കിലും ഒരു വർഷത്തേക്ക് ഏതെങ്കിലും ട്യൂഷനിൽ ഇങ്ങനെ കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ അത് ആലോചിച്ച് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ് അവിടെ ഞാൻ എൻ്റെ കമൻട്രി ഞാൻ തരില്ല നിങ്ങൾ ഇത്രയും പ്രായമുള്ള ആൾക്കാരെ നിങ്ങളുടെ പേരൻസിനോട് എല്ലായിടത്തും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഡിസിഷനാണ് അപ്പം ഇതാണ് ഫീസ് അൾട്ടിമേറ്റ് ബാച്ച് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി പിന്നെ അപ്പോൾ അതിൻ്റെ ഫീസ് ഞാൻ പറയുന്നില്ല കാരണം നമ്മളിനി അഡ്മിഷൻ എടുക്കുന്നില്ല ഓക്കെ റെഡി ഇനി ഇതിൽ എന്തൊക്കെയാണ് വരിക അപ്പം ഇതുവരെ ഉള്ളൂ പുതിയ അപ്ഡേറ്റ്സ് ഇനി ഇതിന് ബാക്കി അറിയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈവ് ക്ലാസ്സിനെ പറ്റി എല്ലാം അറിയുന്നവരെന്താണ് ഈ വീഡിയോ ബാക്കി കാണേണ്ട ഒരു ആവശ്യമില്ല ഓക്കെ അതിനെപ്പറ്റി അറിയാത്തവരും കൂടുതൽ ക്ലാരിറ്റി കിട്ടേണ്ടവരും കൂടുതൽ ക്ലാരിറ്റി വേണ്ടവർക്ക് എന്താണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അല്ലാത്തൊരു സ്ഥലം വിടാം ഇത്രയുള്ളൂ പുതിയ അപ്ഡേറ്റ്സ് ഓക്കെ അപ്പം ക്ലാസ്സസ് എങ്ങനെ ഉണ്ടാവുക ക്ലാസ്സസ് റെക്കോർഡായിട്ട് ക്ലാസ്സസ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക മറ്റേ ഇരുന്നുള്ള പരിപാടിയൊന്നുമില്ല ആനിമേഷൻ സഹിതമുള്ള ക്ലാസ് ഉണ്ടോ പുറത്ത് പോയി എടുക്കുന്ന ക്ലാസ് ഉണ്ടോ ചില കാര്യങ്ങൾ ഫിസിക്സിലൊക്കെ പുറത്ത് പോയിട്ട് സാധനം കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്ലാസ്സസ് അതിലൊരു സംശയം വേണ്ട അപ്പോൾ നിങ്ങളുടെ പേരൻസിനോ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ എക്സാമിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കണേ ഇത് കാണിച്ചു കൊടുക്കും ഇങ്ങനെയായിരിക്കും ക്ലാസ്സസ് ഓക്കെ അത് നിങ്ങൾ ആപ്പ് എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ലൈവ് ക്ലാസ്സും എങ്ങനെയായിരിക്കും ലൈവ് ക്ലാസ്സും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം യോധ സീരീസിൻ്റെ സ്റ്റുഡൻസിന് അറിയാം എങ്ങനെയാണ് ലൈവ് ക്ലാസ് നടക്കുന്നത് എല്ലാ ലൈവ് ക്ലാസ്സും ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക സ്മാർട്ട് ബോർഡ് വെച്ചിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക നമ്മുടെ സ്റ്റുഡിയോ നിന്നായിരിക്കും ക്ലാസ്സസ് എടുക്കുക ഇതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും ഓരോ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നു യോധ സീരീസ് സ്റ്റുഡൻസിന് അറിയാം ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാതെ ഉണ്ടാവില്ല അല്ലേ ഒരു ചാപ്റ്ററിൽ ഒരു ക്ലാസ് പോലും നോട്ട്സ് കിട്ടാതെ ഉണ്ടാവില്ല അപ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സിനൊക്കെ കിട്ടും അപ്പോൾ ലൈവ് ക്ലാസ് എന്തിനാണ് സാർ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് മാത്രം പോരാ കാരണം റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കാണും പക്ഷേ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് മനസ്സിലാവും എത്ര നല്ല ക്ലാസ്സാണ് ഇല്ല കുറച്ച് ഓരോ സ്റ്റുഡൻറ്റും ഓരോ ഡിഫറൻ്റ് ആണ് അവർക്ക് ചിലപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല പോരാത്തിന് എന്താണ് നമുക്ക് ഒരു ടച്ചും വേണം അല്ലേ ഫാക്കൽറ്റിയും ടീച്ചേഴ്സ് ആയാലും ടച്ചും വേണം അതെവിടെയാണ് വരിക അവിടെ ലൈവ് ക്ലാസ്സിലാണ് അവിടെയാണ് ലൈവ് ക്ലാസ് വരിക അപ്പോൾ ലൈവ് ക്ലാസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്യും ഒക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾ അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് ക്ലിയർ ചെയ്യും അപ്പോൾ അതൊക്കെ ലൈവ് ക്ലാസ്സിൽ നടക്കും പിന്നെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ജനറലായിട്ട് ചാപ്റ്റർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ്സിലാണ് റെക്കോർഡ് ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ് എല്ലാ സാറും ലൈവ് ക്ലാസ്സിലും കൂടി ചെയ്താൽ പോരാ അവിടെയാണ് റെക്കോർഡ് ക്ലാസ്സിൻ്റെ ബ്യൂട്ടി വരുന്നത് റെക്കോർഡ് ക്ലാസ്സിൽ എന്താണ് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വെറുതെ വന്ന് എടുക്കുന്ന ക്ലാസ്സസ് അല്ല വെൽ പ്ലാൻഡ് ആയിട്ട് പക്കാ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടും ആനിമേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഒരു വീഡിയോ എടുക്കും ചിലപ്പോൾ 2-3 ദിവസം അത്രയും പ്ലാൻഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടാവും അതിൻ്റെ അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ ലൈവ് ക്ലാസ് വരുമ്പോൾ പിന്നെ ഒന്ന് ആലോചിക്കും കൂടി വേണ്ട ലൈവ് ക്ലാസ്സിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യും ഡൗട്ട് സോൾവ് ചെയ്യും കുറേ കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ രീതിയിലാണ് ലൈവ് ക്ലാസ് അപ്പോൾ രണ്ടിൻ്റെ കോമ്പിനേഷൻസ് ആണ് ക്ലാസ് നടക്കുക ഇനി എത്രയാണ് നടക്കുക വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം വെറുതെയോ എപ്പോഴോ ലൈവ് ക്ലാസ് നടക്കുമോ എപ്പോഴോ റെക്കോർഡ് ക്ലാസ് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലേ വെറുതെ റെക്കോർഡ് ക്ലാസ് ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ട് പോയി കണ്ടോ അനിമേഷൻ ഉണ്ട് കാണാൻ പറഞ്ഞാൽ ആരും കാണുമോ ഇല്ല ഒറ്റ അനിമേഷൻ കാണില്ല 2 ആഴ്ച എല്ലാവരും കാണും പിന്നെ എക്സാമിൻ്റെ സമയത്ത് അല്ല എനിക്കറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം ഓക്കെ അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും ശ്രദ്ധിച്ച് നോക്കുക റെക്കോർഡ് ക്ലാസ്സസ് എന്തായിരിക്കും അടുത്ത പേജിൽ ആൻസർ റെക്കോർഡ് ക്ലാസ്സസ് എന്തായിരിക്കും ഡെയിലി ടൈം ടേബിളിലൂടെ കൂടെ ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ട് അതായത് ഓരോ ദിവസം ഏത് റെക്കോർഡ് ക്ലാസ്സാണ് കാണേണ്ടത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാവും ഓക്കെ ആ ടൈം ടേബിൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ടൈം ടേബിൾ ഓരോ ദിവസം ഏത് ബയോളജീൻ്റെ ഏത് വീഡിയോ കാണണമെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോസും കാണാം കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ആ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഏത് വീഡിയോസാണ് കാണേണ്ട ഷെഡ്യൂൾഡ് ആയിരിക്കും ഓരോ ദിവസം ടൈം ടേബിൾ ഉണ്ടാവും ഓക്കെ ഇനി ലൈവ് ക്ലാസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ലൈവ് ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓഫ് ചിലപ്പോൾ സാറ്റർഡേയും ക്ലാസ് വെക്കും ചിലപ്പോൾ സൺഡേയും വെക്കേണ്ടി വരും കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവും കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ എക്സാമിനൊക്കെ അടുക്കുമ്പോൾ സൺഡേ ക്ലാസ് വെക്കും അത്രയേ ഉള്ളൂ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം പെർ വീക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ ലൈവ് ക്ലാസ്സിൽ എന്താ ചെയ്യുക റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടുവരാൻ പറയും അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഡൗട്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈവ് ക്ലാസ് ഇപ്പോൾ മനസ്സിലായില്ല അതിൻ്റെ ലോജിക് മനസ്സിലായില്ലേ ഓക്കെ റെക്കോർഡ് ക്ലാസ്സിൽ കോൺസെപ്റ്റ് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും നല്ല എക്സാമിന് പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലേ വെറുതെ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാൻ പറ്റും പോരാ അപ്പോൾ എക്സ്ട്രാ ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾ എവിടെ ചെയ്യും ലൈവ് ക്ലാസ്സിൽ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് 20 മിനിറ്റോ 30 മിനിറ്റോ ഒന്നല്ല 1.5 മണിക്കൂറായിരിക്കും 1.5 മണിക്കൂറുണ്ടാവും ഓരോ ലൈവ് ക്ലാസ് അതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് തരും അവസാനത്തെ ടൈം എന്താണ് ഡൗട്ട് സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും
അവസാന ടൈം ഡൗട്ട് സോൾവിങ്ങിന് ഇടയ്ക്ക് ബ്രേക്ക് തരും, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂൾ ഓഫ്ലൈനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ വൈകുന്നേരം ഈവനിങ്സ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് വെക്കുക. അപ്പോൾ ആ ക്ലാഷ് ഒന്നും വരില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിലെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഉയരെ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യോധ സീരീസ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, യോധ സീരീസ് ക്ലാസ് മൊത്തം ഫ്രീ ആയിട്ട് കിട്ടും. ഓൾറെഡി യോധ സീരീസിലുള്ള സ്റ്റുഡൻറ്റ് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ ഫീസ് എന്നാണ്. യോധ സീരീസിൻ്റെ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും, പൈസ കൊടുക്കേണ്ട ആവശ്യം, ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, എന്തൊക്കെയാണ് വരിക, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് സാർ വരിക? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഇംഗ്ലീഷ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ലൈവ് ക്ലാസ്സസ് എന്തിനാണ് ഉണ്ടാവുക? ഡെയിലി ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ ഉണ്ടാവുക ഡെയിലി ലൈവ് ക്ലാസ്. ഓക്കെ, അതായത് ഓരോ ദിവസം ഓരോ ലൈവ് ക്ലാസ്, അല്ലാണ്ട് ഒരു ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെയല്ല. ഫിസിക്സ് ഒരു ദിവസം, അടുത്ത കെമിസ്ട്രി, ബയോളജി, മാത്സ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലൈവ് ക്ലാസ് മന്ത്ലി വൺസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ലൈവ് ക്ലാസ് അവസാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സയൻസ് സബ്ജക്റ്റിനാണ് നമ്മൾ ലൈവ് ക്ലാസ് ഉണ്ടാവും. ബാക്കിയൊക്കെ റെക്കോർഡർ ഉണ്ടാവും. എല്ലാ റെക്കോർഡർ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഇംഗ്ലീഷ്. ഹിന്ദി ഇല്ല, മലയാളം ഇല്ല. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലയെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഉള്ള കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പ്രോമിസ് ചെയ്യില്ല. ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുമായിരിക്കും എക്സ്ട്രാ, പക്ഷെ പ്രോമിസ് ചെയ്യില്ല. ഇതിൽ നീറ്റും ജെയും കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങിത്തരാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അത് ഞങ്ങൾ ചെയ്യും. ഉയരെ ബാച്ചിൽ അത് മാത്രമേ ചെയ്യുള്ളൂ. എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യും, അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ വരുന്നല്ല. നിങ്ങൾ ഫീസ് കൊടുക്കുന്ന ഒന്നും അതിനല്ല, ഫീസ് കൊടുക്കുന്ന ഈ പറയുന്ന കാര്യത്തിലാണ്. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ശരി. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രാക്ടീസ് പ്രോബ്ലംസ് വരും. നിങ്ങളുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് വരും, അതിൻ്റെ സൊല്യൂഷൻസ് വരും. അതേപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചോ, മനസ്സിലായോ, എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ടെസ്റ്റ് പേപ്പർ തരും. അപ്പോൾ അത് എഴുതിയാൽ എന്താ ഗുണം? എന്താണ്? അവസാനം നിങ്ങൾക്ക് ഗുണമുള്ളൂ, ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല. പിന്നെ അവസാനം എന്താണ്? യോധ 2.0 അവസാനം നിങ്ങളുടെ ഫൈനൽ എക്സാം ആവുന്ന സമയത്ത് ഒരു ഭീകര റിവിഷൻ. ഈ പ്രാവശ്യം യോധ സീരീസ് നടക്കുന്നവർക്ക് അറിയാം എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം പവർഫുൾ ആണെന്നത്. അത് +2 നടക്കും. അതൊക്കെ നിങ്ങൾ അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട, ഒറ്റ ഫീസാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. ഒരു പൈസ അതിൽ എക്സ്ട്രാ കൂടുതൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 27 സെപ്റ്റംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എക്സാം അതിൻ്റെ കുറേ ടൈമൊന്നുമില്ല. 27 സെപ്റ്റംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 1 വീക്ക് കംപ്ലീറ്റ്ലി എന്താണ് റിവിഷൻ ആയിരിക്കും. +1 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് മാത്സ്, ബേസിക് ഫിസിക്സ്, ബേസിക് കെമിസ്ട്രി, ബേസിക് ബയോളജി ഒക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, ഫോക്കസ് ഏരിയ ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ട് വേണം +2. അപ്പോൾ അത് കംപ്ലീറ്റ്ലി 1 വീക്കിൽ റിവൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ +2 ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ കാത്തിരിക്കാനൊന്നുമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 27 സെപ്റ്റംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം +2 എക്സാം എന്നാണോ തീരുന്നത് അന്ന് വരെ ക്ലാസ്സസ് ഉണ്ടാവും. അന്ന് വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. ഓക്കെ, റെഡി? സംഭവം പറഞ്ഞു അന്ന് വരെ നടക്കും കേട്ടോ. ഇനി ഫാക്കൽറ്റി അറിയാലോ, ഫിസിക്സിൻ്റെ ഞാനായിരിക്കും മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുക. നമ്മുടെ ആഷിക് സാറും ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലൈവ് ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഞാൻ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഫിസിക്സ് പഠിക്കണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ വേറെ ഫാക്കൽറ്റി ഉണ്ട് കേട്ടോ, കുറച്ച് എക്സ്ട്രാ ഫാക്കൽറ്റി നിൽക്കുന്നുണ്ട്. ഐസർ എന്നൊക്കെയുള്ള ഫാക്കൽറ്റി കുറച്ച് ക്ലാസ് എടുക്കാം. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഫാക്കൽറ്റി ഞാൻ തന്നെ ആയിരിക്കും. അതേപോലെ മാത്സിന് അലൻ സാർ ഉണ്ടാവും, അഫ്ര സാർ ഉണ്ടാവും. വീണ്ടും ലൈവ് ക്ലാസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നു, മാക്സിമം ക്ലാസ് എടുക്കുന്നു അലൻ സാർ തന്നെ ആയിരിക്കും. പപ്പൻ സാറും കിരൺ സാറും കെമിസ്ട്രിക്ക് രണ്ടുപേരും വളരെ ഈക്വലി ഇൻവോൾവ് ആയിരിക്കും. അർച്ചന മിസ്സും ഡോക്ടറും ആയിരിക്കും ബയോളജി. വീണ്ടും ലൈവ് ക്ലാസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന അർച്ചന മിസ് ആയിരിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഓരോ ഫാക്കൽറ്റിനും. ഇപ്പോൾ ലൈവ് ക്ലാസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ആരൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫിസിക്സിന് ഞാനായിരിക്കും, മാത്സിന് അലൻ സാർ ആയിരിക്കും, കെമിസ്ട്രിക്ക് കിരൺ സാർ ആയിരിക്കും, അതേപോലെ ബയോളജിക്ക് അർച്ചന മിസ് ആയിരിക്കും. മഞ്ജു മിസ് ആയിരിക്കും കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പറഞ്ഞു എല്ലാ ദിവസത്തെ ആ ലൈവ് ക്ലാസ്സിൽ വരുന്നല്ല. അതെന്താ ഉണ്ടാവുക? അത് പീരിയോഡിക് ആയിട്ട്. ഓക്കെ, മന്ത്ലിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യേണ്ടവർക്ക് ഒട്ടും വൈകാതെ ജോയിൻ ചെയ്യാൻ പറയാൻ കാരണം അത്രയേ ഉള്ളൂ. പിന്നീട് ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, കാരണം കുറേ സ്റ്റുഡൻസ് വയ്ക്കുന്നത് പിന്നെ എടുത്താൽ മതിയോ, മതി, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പക്ഷേ കുറേ പേര് ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പ്രയോറിറ്റി കൊടുക്കണ്ടേ? നേരത്തെ എക്സാമിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ ഫീസ് അടിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവർ പ്രയോറിറ്റി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവരെടുക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും, കുറേ പേര് വേറെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 1000 സീറ്റ്സ് ആകുമ്പോൾ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? നേരത്തെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത്? ഒന്നുമില്ല. ഇതിൽ കൂടുതൽ ഒരു എമൗണ്ട് കൂടുതലും ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. യോധ സീരീസിന് ഫീസ് അടച്ചവർക്ക് ഒരു 999 കുറച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അവർ അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? 5000 മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തേക്ക് എല്ലാ സബ്ജക്റ്റിനും വേറെ ഒരൊറ്റ ഫീസും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. വളരെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. നിങ്ങൾക്ക് സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അവരടുത്ത് ചോദിക്കുക, അവർ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, എക്സാമിൻ്റെ ടീം എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഫാക്കൽറ്റി മാത്രമല്ല ഫ്രണ്ട്ലി,
നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇവരൊന്നാണ് അക്കാഡമിക് കൗൺസിലേഴ്സ് ഒക്കെ എന്നാണ് വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം അവരോട് ചോദിക്കുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സാമിനറിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എക്സാമിനർ ഫാക്കൽറ്റീൻ്റെ കൂടെ ഓരോ ദിവസവും ഇരുന്നിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കണമെങ്കിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ പഠിച്ചാൽ പിന്നെ നിങ്ങൾ എക്സാമിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആദ്യം മുതലാണ് നിങ്ങൾ എക്സാമിനറിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേര് അവസാനം മാത്രമാണ് എക്സാമിനറിൽ വന്ന് ജോയിൻ ചെയ്ത്. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നിങ്ങൾ അവിടെ കുറേ ബാഗേജ് നിങ്ങൾക്കുണ്ട് അല്ലേ, ഗാർബേജ് ബാഗിലുണ്ട് അല്ലേ, കുറേ തെറ്റായ കോൺസെപ്റ്റ്സ് പഠിച്ചവരുണ്ട്, ഒന്നും പഠിക്കാത്തവരുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. എന്നിട്ടാണ് ഞങ്ങൾ ശരിയാക്കി എടുക്കേണ്ടത്. ഈ അടുത്ത വർഷം ആ പരിപാടിയൊന്നുമില്ല. ആദ്യം മുതലേ നമ്മൾ ശരിയാക്കി പഠിക്കാൻ പോകുന്നത്. പിന്നെ അവസാനം എന്താണ്, ഇതിൻ്റെ യോധ 2.0 ആവശ്യം പോലും ചിലപ്പോൾ വരില്ല. പക്ഷേ എന്നാലും നമ്മൾ ചെയ്യും. കാരണം എന്താണ്, നമുക്ക് ഫുൾ മാർക്ക് വേണം. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.